പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. തെളിഞ്ഞ നീലാകാശത്തിനു കീഴിൽ കിഴക്ക് സഹ്യപർവ്വത നിരകൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലെ പച്ചപ്പിന് 44 നദികളും അവയുടെ പോഷക നദികളും തണ്ണീർത്തടങ്ങളും കായലുകളും ജലസമൃദ്ധിയേകുന്നു. ഭൂമിശാസ്ത്രപരമായും പാരിസ്ഥിതികമായും ഏറെ പ്രത്യേകതയുള്ള കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. വ്യവസായവൽക്കരണത്തിന്റെ അനിവാര്യമായ പരിണത ഫലമാണ് മലിനീകരണം. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായുള്ള നിയമനിർമ്മാണത്തെപ്പറ്റി ലോകരാഷ്ട്രങ്ങൾ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത് വെറും അരനൂറ്റാണ്ട് മുൻപ് മാത്രമാണ്. സ്റ്റോക്ക്ഹോമിൽ 1972 ജൂൺ 5 ആരംഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംബന്ധിച്ച കോൺഫറൻസിൽ ആണ് പരിസ്ഥിതി സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തുവാൻ തീരുമാനമെടുത്തത്. ഇതേ തുടർന്ന് ഇന്ത്യൻ പാർലമെന്റ് 1974 ജലമലിനീകരണ നിവാരണവും നിയന്ത്രണവും നിയമം പാസാക്കുകയുണ്ടായി. ഇതിനനുബന്ധമായി സംസ്ഥാനത്തിന്റെ അസംബ്ലിയിൽ പ്രമേയം പാസാക്കിയ രാജ്യത്തെ ആദ്യ 12 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അങ്ങനെ 1974 സെപ്റ്റംബർ 12 കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് രൂപീകൃതമായി. ജലനിയമം കൂടാതെ 1981 വായുമലിനീകരണ നിവാരണവും നിയന്ത്രണവും നിയമം, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനു കീഴിലുള്ള 13 ചട്ടങ്ങളും സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ബോർഡിന്റെ സാങ്കേതിക ഉപദേശത്തോടെ കേരളത്തിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് തീപിടുത്തമടക്കമുണ്ടായ കൊച്ചി കോർപ്പറേഷനിലെ ബ്രഹ്മപുരത്ത് നിലവിൽ ബയോമൈനിംഗ് പുരോഗമിച്ചു വരുന്നു. ഇത് കൊല്ലം കോർപ്പറേഷനിലെ കുരീപ്പുഴ ചണ്ടി ഡിപ്പോയുടെ ഇന്നത്തെ കാഴ്ചയാണ്. (2022) തുടക്കം വരെ ലെഗസി മാലിന്യം ഏതാണ്ട് ഒരു 3 നില കെട്ടിടത്തിനേക്കാൾ ഉയരമുള്ള വമ്പൻ കൂനകളായി കൂടിക്കിടന്ന ഈ സ്ഥലത്ത് ഇന്ന് മഞ്ഞയും ഓറഞ്ചും ബന്ദിപ്പൂക്കൾ നിറപുഞ്ചിരി തൂകുന്നു. ഇത് കുരീപ്പുഴയിലെ തന്നെ പണി പൂർത്തിയായി വരുന്ന കോമൺ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. സീവർ കണക്ഷൻ കൂടി പൂർത്തിയായാൽ അഷ്ടമുടി കായലിനും മണിച്ചിത്തോടിനുമൊക്കെ ശാപമോക്ഷമാകും. പ്രകൃതി വിഭവങ്ങളും ശുദ്ധവായുവും കുടിവെള്ളവും എല്ലാം നമ്മൾ വരും തലമുറയിൽ നിന്നും കടം കൊണ്ടവയാണ്. അവയ്ക്ക് കോട്ടം തട്ടാതെ ഭാവി തലമുറയെ തിരിച്ചേൽപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്.